ഹായ് എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് സാധാരണ സ്ത്രീകൾ പുരുഷന്മാരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ രീതിയിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് അവരുടെ റിയൽ ആയിട്ടുള്ള സ്വഭാവമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പല രീതിയിലും അവർ ടെസ്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒരു 3-4 രീതിയിലുള്ള ഇങ്ങനെ സ്ത്രീകൾ അവർ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷനോട്, ഇനിയിപ്പോൾ അവരുടെ ഭർത്താവാണെങ്കിലും ഓക്കെ അവരുടെ അടുത്ത് അങ്ങനെ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഇൻസൾട്ടിങ് ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ പ്രൊവോക്കിംഗ് ടെസ്റ്റ് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊവോക്കിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരെ വല്ലാതെ അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യും. നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ വല്ലാതെ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ദേഷ്യം വന്നു കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുമോ, നിങ്ങളുടെ ആ ശരിക്കുള്ള സ്വഭാവം എന്താണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ചില പുരുഷന്മാർ എങ്ങനെയാണെന്ന് അറിയോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോഴത്തേക്കും ദേഷ്യപ്പെടാറുണ്ട്. നീ ഒന്ന് പോകണ്ടോ, നീ എന്തൊക്കെ കാട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. എൻ്റെ മുന്നിൽ നിന്ന് പോകണ്ട, നീ ഇതിനെ കാണണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ കേൾക്കുന്ന സ്ത്രീകൾക്ക് വല്ലാണ്ട് ചിലപ്പോൾ സങ്കടമൊക്കെ ആകുമ്പോൾ, അയ്യോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഇയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ദേഷ്യം എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുറേ നേരം അത് ഉണ്ടാകുമോ, ദേഷ്യപ്പെടുന്നത് എങ്ങനെയാണ്, അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ പെരുമാറാറുള്ളത്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ടെസ്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ചിലപ്പോൾ അതൊരു ടെസ്റ്റ് ആയിരിക്കാം ഇത്തരത്തിൽ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് ദേഷ്യപ്പെടരുത്, ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാന്നല്ലാണ്ട് ഒരുപാട് ദേഷ്യപ്പെടാതിരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ജലസി ടെസ്റ്റ് ആണ്. അപ്പോൾ ഈ ജലസി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവരോട് എത്രത്തോളം അസൂയുണ്ട് എന്നുള്ളതാണ് അവർ നോക്കാറുള്ളത്. ഇത് 2 തരത്തിലുണ്ട്. ഒന്ന് ഹെൽത്തി ജലസി ഉണ്ട്, പിന്നെ ഒന്ന് അൺഹെൽത്തി ജലസിയാണ്. ഇപ്പൊ ഒരു ഹെൽത്തി ജലസി എന്ന് പറയുമ്പോൾ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ നമ്മൾ സ്നേഹിക്കുന്ന ഒരാള് മറ്റൊരു ആളോട് സംസാരിക്കുമ്പോൾ, അതായത് ഇപ്പോൾ അവർ സ്നേഹിക്കുന്ന പുരുഷൻ മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാവുന്ന ഒരു അസൂയ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് നമുക്ക് എന്തായാലും വരുന്നതാണ്. അത് ഹെൽത്തി ആയിട്ടുള്ള ജലസിയാണ്, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു അസൂയാണ്. അത് വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നുമില്ല. പക്ഷേ അൺഹെൽത്തി ആയിട്ടുള്ള ജലസിയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് എന്നുള്ളതാണ്. അൺഹെൽത്തി ജലസി എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ജലസി അല്ലെങ്കിൽ ഈ പറഞ്ഞ അസൂയ ഇങ്ങനെ കൂടി വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളതൊരു അസൂയ എന്നതിനേക്കാൾ ഉപരി ഒരു സംശയം എന്നുള്ള രീതിയിൽ കാണാൻ തുടങ്ങും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ അവരാരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ, ആ രീതിയിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ ആ രീതിയിൽ ചിന്തിക്കാൻ മാത്രമല്ല, അങ്ങനെ അതുമായി അനുബന്ധിച്ച് പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. സെർച്ച് ചെയ്യല്, അതേപോലെ തന്നെ അവരോട് ആ രീതിയിൽ സംസാരിക്കുക, സംശയത്തോടെ സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് ആ ഒരു ജലസി കൂടിയതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ജലസിയാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് തീരെ ഇഷ്ടമാവില്ല. ആ സമയം തന്നെ അവർ ആ റിലേഷൻഷിപ്പ് നിർത്തി പോകാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഹെൽത്തി ജലസി ആണെങ്കിൽ അത് സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ചീറ്റിംഗ് ടെസ്റ്റ് ആണ്. അതായത് നിങ്ങൾ അവരെ ചീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റ് ആണ്. അപ്പൊ ഇത് അവരെങ്ങനെ ടെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മറ്റ് സ്ത്രീകളോട് സംസാരിക്കുന്ന രീതികളൊക്കെ അവർ നോക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ ഫോണിലൊക്കെ ചിലപ്പോൾ അവർ സെർച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് എങ്ങനെയാണ്. ഇനി ഇപ്പം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഏതെങ്കിലും വേറൊരു സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരോട്, ആ ഒരു മറ്റൊരു സ്ത്രീയാണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കാം. അപ്പോൾ അവരോട് എങ്ങനെയായിരിക്കും നിങ്ങൾ പെരുമാറുന്നത്, ആ കാര്യങ്ങളൊക്കെ അവരെങ്ങനെ മീൻസ് അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നീ ഇങ്ങനെ ഒരു പെണ്ണാന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ അവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ ചെറുതായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ മെസ്സേജ് അയക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ അവർ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എങ്ങനെയാണ് മറ്റു സ്ത്രീകളോട് മോശമായിട്ടാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വളരെ മാന്യമായിട്ടും അവരെ ബഹുമാനിച്ചുകൊണ്ടാണോ ഇവരെ ചീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ അവർക്ക് ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചീറ്റിംഗ് ടെസ്റ്റും അവർ ചെയ്യാറുണ്ട്. ഇനി നാലാമത്തെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് കോമ്പിറ്റൻസി ടെസ്റ്റ് ആണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു മസ്കുലിൻ പവർ ഉണ്ടോ എന്നൊക്കെ അവർ നോക്കുകയാണ്. ഇപ്പൊ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു മസ്കുലിൻ പവറൊക്കെ ഉള്ള ഒരു പുരുഷനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും, നിങ്ങൾക്ക് എത്രത്തോളം എനർജി ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ആ രീതിയിലൊക്കെ
നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒരു ചലഞ്ചൊക്കെ നടത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മസ്കുലിൻ പവർ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും ഇവർ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 3-4 ടെസ്റ്റുകൾ സാധാരണ സ്ത്രീകൾ ഒരു പുരുഷനിൽ നിന്ന് ചെയ്യുന്നതാണ്. അതായത് ഒരു പുരുഷനെ ഇവർ ഈ രീതിയിലൊക്കെ പരീക്ഷിക്കാറുണ്ട്. ചിലപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യണതായിരിക്കാം, ചിലപ്പോൾ അറിയാതെ തന്നെ ഇങ്ങനെ പരീക്ഷിച്ച് പോകുന്നതായിരിക്കും. അതായത് അവർക്ക് മനസ്സിലിങ്ങനെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഈ ഒരു ടെസ്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള 4 ടെസ്റ്റുകൾ പൊതുവേ നമ്മൾ കാണാറുണ്ട്. എല്ലാവരും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. സൈക്കോളജി പരമായിട്ട് നോക്കുമ്പോൾ ഇത്തരം ടെസ്റ്റുകളൊക്കെ എല്ലാ സ്ത്രീകളും ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അതുകൂടി ഞാൻ പറയുകയാണ്. കാരണം ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കിത് അവർ വിചാരിച്ച് ചെയ്യുന്നതാണോ, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണോ, അതോ സ്വാഭാവികമായിട്ട് നടന്നു പോകുന്നതാണോ, ഇതൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റിയെന്ന് വരില്ല. എങ്കിലും അവർ ഈ രീതിയിലൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ആവുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്